രാധേ രാധേ. വൃന്ദാവനത്തിൽ അതികഠിന രാധാഭക്തനായിരുന്ന ഒരു സന്യാസി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു സ്വാമി ഹരിദാസ്. അദ്ദേഹം രാധാകൃഷ്ണ ലീലകളൊക്കെ അദ്ദേഹത്തിന് സ്വയം ദർശിക്കാൻ പറ്റുമായിരുന്നു. രാധാകൃഷ്ണ ഗീതികളൊക്കെ പാടി നിധിവനത്തിലൂടെ അദ്ദേഹം രാധാകൃഷ്ണന്മാരോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ നടക്കും. ഇടയ്ക്കിടയ്ക്ക് താണു വണങ്ങുന്നത് കാണാം, ഇടയ്ക്കിടയ്ക്ക് ഭജനകൾ പാടുന്ന കാണാം. അങ്ങനെ വല്ലാത്തൊരു ആനന്ദ അവസ്ഥയിലാണ് അദ്ദേഹം ഇങ്ങനെ നിധിവനത്തിൽ നടക്കുന്നത്. ഒരു ചെറിയ കുടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഒരു ദിവസം അദ്ദേഹത്തിനെ കാണാനായി വിഗ്യാൻ എന്നുള്ള ഒരു വ്യാപാരി വരുന്നു. അപ്പോൾ അദ്ദേഹം ഈ വരുന്ന സമയത്ത് ഇദ്ദേഹം സമാധി അവസ്ഥയിലാണ്. സമാധി അവസ്ഥയിൽ അദ്ദേഹം തൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ രാധാകൃഷ്ണ ലീലകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്വാമി ഹരിദാസ് ഹൃദയത്തിൽ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? അപ്പോൾ രാധയും കൃഷ്ണനും ഒരു പ്രത്യേക ലീലയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹോളി ആഘോഷം നടക്കുകയാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ രാധാറാണിയുടെ ശരീരത്തിലേക്ക് നിറങ്ങൾ ഇങ്ങനെ വാരി എറിയുകയാണ്. അപ്പോൾ ആ നിറങ്ങളൊക്കെ രാധാറാണിയുടെ ശരീരത്ത് വന്ന് വീണു. സഖികളും ഒക്കെ ചുറ്റിനുമുണ്ട്. അപ്പോൾ തിരിച്ച് രാധാറാണിക്ക് തിരിച്ച് വേറെ കുറെ നിറങ്ങൾ ശ്രീകൃഷ്ണന്റെ ശരീരത്തേക്ക് എറിയണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സഖിയെ നോക്കും. അപ്പോൾ സഖി വന്ന പാത്രം തുറന്ന് നോക്കുമ്പോൾ അതിൽ നിറങ്ങളൊന്നുമില്ല, നിറങ്ങളെല്ലാം തീർന്നു പോയി. അപ്പോൾ രാധാറാണിക്ക് വിഷമമായി. ഇനി ഒരു നിറങ്ങളില്ലല്ലോ എന്നുള്ള ഒരു അവസ്ഥയിൽ രാധാറാണി നിൽക്കുകയാണ്. കൃഷ്ണനെ തിരിച്ച് തനിക്ക് നിറങ്ങൾ എങ്ങനെ വാരി എറിയാൻ പറ്റും എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ആ സമയത്ത് സ്വാമി ഹരിദാസിന് സങ്കടം തോന്നും. അപ്പോഴാണ് ഈ വിഗ്യാൻ അവിടെ എത്തുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു അത്തറുണ്ട്. അദ്ദേഹം ഈ സ്വാമി ഹരിദാസിന് കൊടുക്കാനായി കൊണ്ടുവന്നത് ഇദ്ദേഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു. അപ്പോൾ ഈ സ്വാമി ഹരിദാസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ അത്തറ് കയ്യിലെടുക്കും. എന്നിട്ട് അത്തറ് കയ്യിലെടുത്തിട്ട് യമുനാ നദിയുടെ അരികിലേക്ക് നടക്കും. നടന്നിട്ട് ആ അത്തറ് മുഴുവൻ രാധാറാണിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട്, ഹൃദയത്തിൽ സങ്കല്പിച്ചുകൊണ്ട്, രാധാറാണിക്ക് കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് ആ അത്തറ് മുഴുവൻ ആ യമുനാ നദിയിലേക്ക് ഇങ്ങനെ ഒഴിക്കും. അത് കണ്ടിട്ട് അദ്ദേഹം തിരിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നു. എന്നിട്ട് അപ്പോൾ നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ അപരിചിതനായ ഒരു വ്യാപാരി ഇരിക്കുന്നു. അയാളുടെ മുഖം വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നു. ഞാൻ അങ്ങേ കാണാൻ വന്നതാണ്, ഞാൻ അങ്ങേക്ക് അത്തറ് കൊണ്ടുവന്നു, പക്ഷെ അങ്ങ് അത് നദിയിലേക്ക് ഒഴുക്കി കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം സ്വാമി ഹരിദാസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു ഇദ്ദേഹത്തെ കൂട്ടി നിധിവനത്തിലേക്ക് പോകാൻ. അങ്ങനെ ഈ വ്യാപാരിയെയും കൂട്ടി ശിഷ്യന്മാർ നിധിവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എത്തുമ്പോൾ നിധിവനത്തിൽ ശ്രീകൃഷ്ണന്റെ വിഗ്രഹമുണ്ട്. അവിടെയും ആ സ്ഥലങ്ങളിലെല്ലാം, ആ വള്ളിപ്പടർപ്പുകളിലെല്ലാം വല്ലാത്തൊരു സുഗന്ധം, അതായത് ഇദ്ദേഹം കൊണ്ടുവന്ന അത്തറിന്റെ സുഗന്ധമാണ് അവിടെ മുഴുവൻ. അതും ആ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മുഴുവൻ ആ അത്തറിന്റെ സുഗന്ധമാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും എന്താ നടന്നതെന്ന്. താൻ സമ്മാനമായി കൊടുത്ത അത്തർ രാധാകൃഷ്ണ ലീലകൾക്ക് വേണ്ടി അദ്ദേഹം സമർപ്പിച്ചു. അതാണ് രാധാറാണി ശ്രീകൃഷ്ണന്റെ ശരീരത്തിലേക്ക് പൂശിയത് ഹോളി ആഘോഷത്തിന്. തനിക്ക് രാധാകൃഷ്ണ ലീലയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. രാധേ രാധേ.